വെൽക്കം ടു ദ യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റോറീസ് ബൈ കൊച്ചു വക്കീൽ. ഒരു പരിപാടി നടന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് അസുഖമായിരിക്കും. ആ ഒരു പതിവ് ഞാൻ ഈ പ്രാവശ്യം തെറ്റിച്ചില്ല. ഈ പ്രാവശ്യം നോമ്പ് തുറയ്ക്ക് ശേഷം ഞാൻ കിടപ്പായിരുന്നു. വേറൊന്നല്ല, പനി പിടിച്ചു. പിന്നെ കിടന്നു കഴിഞ്ഞാൽ അറിയാലോ, മടിയായിരിക്കും എന്ത് ചെയ്യാനും. അങ്ങനെ കിടന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ആ സത്യം മനസ്സിലാക്കിയത്. ഈ മാസം 27 സെം എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ഇനി കിടന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി ഞാൻ ചാടി എഴുന്നേറ്റ് ബുക്കൊക്കെ കളക്ട് ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. ശേഷം ആസ് യൂഷ്വൽ ട്യൂഷൻ ഡ്യൂട്ടി. പനി വന്ന് ഒരിടവേളയ്ക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ട്യൂഷൻ പോകുന്നത്. അങ്ങനെ പിള്ളേരോട് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് പിള്ളേർ എനിക്ക് ആ ഒരു സത്യം കാണിച്ചു തന്നത്. എപ്പോഴും ഒറ്റ മൈനനെ കണ്ട് മതിയായി. അപ്പോൾ എനിക്ക് 2 മൈനനെയും കൂടി ഒരുമിച്ച് കാണിച്ചു തന്നു. അങ്ങനെ ഇന്നത്തെ എൻ്റെ ദിവസം ദൃഢമായി. ഒരു ടീച്ചറിൻ്റെ വിഷമം നിങ്ങൾ കേൾക്കണം ഗൈസ്. ശേഷം ട്യൂഷനിലെത്തി ഞാൻ എൻ്റെ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ എക്സാം ലോഗും അതേപോലെ തന്നെ സ്റ്റഡി റൂട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും കണ്ടാൽ മാത്രം പോരാ, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി എൻ്റെ കൂടെ കൂടിക്കോളെന്ന് ഇഷ്ടമായെങ്കിൽ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു ഓൺ ദ നെക്സ്റ്റ് വ്ളോഗ്.